ഞാൻ ഇന്നലെ ഒരു വീഡിയോ ചെയ്തിരുന്നു. അപ്പം അതിനകത്ത് പറഞ്ഞിരുന്നു എന്താണ് കോൺഗ്രസിലെ മുഖ്യമന്ത്രി തർക്കവും ഹൈക്കമാൻഡ് രാഹുൽ ഗാന്ധിയും സതീശനുമായിട്ടുള്ള ഇഷ്യൂ ഇൻ ഡീറ്റെയിൽ ആയിട്ട് 1 by 1 ആയിട്ടാണ് ഇഷ്യൂ പറഞ്ഞത്. അപ്പം അതിൻ്റെ അടിയിൽ ഒത്തിരി കമൻറ്റുകൾ വന്നു. അപ്പം എൻ്റെ വൈഫ്, അതായത് ഞാൻ ഡൽഹിയായിട്ടാണ്, അതായത് ഡൽഹി ബോൺ ആൻഡ് ബോട്ടം മലയാളിയാണ്. ഈ പറയുന്ന മലയാളം വായിക്കാനൊന്നും അറിയത്തില്ല. അപ്പം അതിനകത്തെ കമൻറ്റുകൾ ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് മറ്റേ ഇംഗ്ലീഷ് കമൻറ്റുകളൊക്കെ കേട്ടിട്ട് എന്നോടൊരു ചോദ്യം ചോദിച്ചു. ഞാൻ എന്തിനാണ് VD സതീശനെ എതിർക്കുന്നത്? ഞാൻ എന്തിനാണ് KC വേണുഗോപാലിനെ സപ്പോർട്ട് ചെയ്യുന്നത്? കമൻറ്റുകൾ വായിച്ചിട്ടാണ്, കുറച്ച് വീഡിയോ കണ്ടു. അപ്പം എൻ്റെ ഭാര്യയോട് പറഞ്ഞ അതേ കമൻറ്റ് തന്നെയാണ് ഞാൻ ഇവിടെ പറയാനുള്ളത്. എനിക്കവിടെ VD സതീശനോ KC വേണുഗോപാലോ രമേശ് ചെന്നിത്തലയോ ആരവിടെ മുഖ്യമന്ത്രി ആണെങ്കിൽ അവിടെ ഇനി പിണറായി വിജയൻ ആകുന്നുവെങ്കിൽ പോലും എനിക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല. കാരണം എനിക്കതിനകത്തൊന്നും, കാരണം പവർഫുള്ളായ ഒരു ലീഡർ അൺബയസ്ഡായിട്ട്, അതായത് ഒടിച്ചു കുത്തി മടക്കാൻ പറ്റാത്ത ഒരാൾ, ഈ പറയുന്ന ഘടകകക്ഷികളിൽ പറഞ്ഞു കഴിഞ്ഞാൽ വിരളുന്ന ഒരാൾ അവിടെ മുഖ്യമന്ത്രി ആകരുത് എന്ന് മാത്രമേ ഉള്ളൂ. അതിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നു. അപ്പം അതുമായി ബന്ധപ്പെട്ട് എന്തുകൊണ്ടാണ് അടുത്ത സമയത്ത് മുസ്ലിം ലീഗ് ഇലക്ഷന് ശേഷമാണ്, ഇലക്ഷന് മുമ്പല്ല, എന്തുകൊണ്ടാണ് ഇലക്ഷൻ്റെ റിസൾട്ട് വന്ന ശേഷം ഇപ്പോൾ മുസ്ലിം ലീഗിൻ്റെ സാദിഖ് അലി തങ്ങളാണെങ്കിലും PMLA സലാം ആണെങ്കിലും അവർ പറയുന്ന ജനഹിതം മാനിക്കണം, പോപ്പുലാരിറ്റി വലിയ ഘടകമാണ്, അത് സതീശനാണ് കൂടുതൽ, VD സതീശനെയാണ് ഞങ്ങൾ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നത്. അതിനെപ്പറ്റി മാത്യു കുഴൽനാടൻ ഇപ്പം എലക്റ്റഡ് ആയിട്ടുള്ള MLA കൗണ്ടർ ചെയ്ത് പറഞ്ഞു അത് കോൺഗ്രസിൻ്റെ ആഭ്യന്തര കാര്യമാണ്, അത് ലീഗ് ഇടപെടേണ്ട കാര്യമില്ല. ഞാൻ ആ ടോപ്പിക്കിലോട്ട് പോവാണ്. എന്താണ് ഇലക്ഷൻ റിസൾട്ട് അറിഞ്ഞ ശേഷം ലീഗിൻ്റെ അധികാര രാഷ്ട്രീയത്തിൽ വലിയ രീതിയിൽ സതീശന് വേണ്ടി സോഷ്യൽ മീഡിയയിലും അതേപോലെ ലീഗിൻ്റെ പല അനുഭാവികളും കേരളത്തിലാകമാനം സതീശന് വേണ്ടി എന്തുകൊണ്ടാണ് ഈ ഫ്ലക്സ് അടിക്കുന്നത്? എന്താണ് ഈ സോഷ്യൽ മീഡിയയിൽ ഇത്ര വലിയ ഭയങ്കര പ്രശ്നമാക്കി അവർ പറയുന്നത്? അതാണ് കാര്യമായ ഇഷ്യൂ എന്ന് പറയുന്നത്. എന്താണ് ബേസിക് ഇഷ്യൂ എന്ന് പറയുന്നത്? പോയിന്റ് നമ്പർ 1, ചരിത്രത്തിൽ ആദ്യമായിട്ട്, അതായത് UDF രൂപീകരണമായ ശേഷം ആദ്യമായിട്ടാണ് കോൺഗ്രസിന് ഒറ്റയ്ക്ക് ഇത്രയും സീറ്റ്, ഏകദേശം 63 സീറ്റ് കിട്ടുന്നത്. അതാണ് പ്രധാനപ്പെട്ട കാര്യം. കാരണം കോൺഗ്രസ് പാർട്ടി എന്ന് പറയുന്നത് ഏറ്റവും പവർഫുൾ പാർട്ടിയായിട്ട് കേരളത്തിൽ മാറി. അത് ലീഗിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഘടകകക്ഷിയാണ്. അവരായിരിക്കേയില്ല ഇനി കാര്യങ്ങൾ തീരുമാനിക്കുന്നതെന്ന് പാണക്കാട് തങ്ങൾക്കും ഈ പാർട്ടി നേതാക്കൾക്ക് കൃത്യമായിട്ട് പിടികിട്ടി എലക്ഷൻ റിസൾട്ടിന് ശേഷം. ഇതാണ് നമ്പർ 1 കാര്യം. കാരണം നിങ്ങൾക്കറിയാം, ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത്, അതായത് പാർട്ടിക്കകത്ത് പ്രശ്നമുണ്ടെങ്കിൽ പോലും എല്ലാവരും ഈ പാണക്കാട് തങ്ങളുടെ പോയി കാണുമായിരുന്നു, തങ്ങളുടെ അഭിപ്രായം. കാരണം വളരെ ക്രൂഷ്യലാണ്. കാരണം ഉമ്മൻചാണ്ടിക്ക് ചെറിയ ഭൂരിപക്ഷമേ ഉള്ളൂ, 2-3 സീറ്റുകളുടെ ഭൂരിപക്ഷമേ ഉള്ളൂ. ലീഗാണ് പ്രധാനമായിട്ട് എല്ലാം തീരുമാനിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഉമ്മൻചാണ്ടി ഏറ്റവും മോശമായ വീക്കസ്റ്റ് ചീഫ് മിനിസ്റ്റർ ആയത് കേരളത്തിൽ. 5ാം മന്ത്രി അല്ല 10 മന്ത്രിമാരെ ചോദിച്ചാൽ പോലും കൊടുക്കുമായിരുന്നു. കാരണം മുസ്ലിം ലീഗാണ് ഭരിച്ചുകൊണ്ടിരുന്നത് മുഴുവനും കേരളത്തിൽ. എനിക്ക് നേരിട്ടറിയാവുന്ന കാരണം ആഭ്യന്തരം കോൺഗ്രസ് പാർട്ടി മുഖ്യമന്ത്രിയാണ്. SP-മാരെ നിയന്ത്രിക്കുക, അതായത് SP-മാരെ അപ്പോയിന്റ് ചെയ്യുക, അവരെ നിയന്ത്രിക്കുക, കേരളത്തിലെ ബ്യൂറോക്രാറ്റ് IAS-കാരെ അപ്പോയിന്റ് ചെയ്യുക, കളക്ടർമാരെ അപ്പോയിന്റ് ചെയ്യുക, ആൾക്കാരെ എടുക്കുക, മുഴുവനും ലീഗാ ചെയ്തുകൊണ്ടിരുന്നത്. ഉമ്മൻചാണ്ടിക്ക് എല്ലാം പറയാൻ പറ്റത്തില്ല. കാരണം ലീഗ് വലിയ ഘടകകക്ഷി. അവർ പറയുന്ന പോലെ കാര്യങ്ങൾ കൊണ്ടുപോയി. ഈ ലീഗിൻ്റെ പല പോർട്ട്ഫോളിയോ ഉണ്ടായിരുന്നു, ഇൻഡസ്ട്രീസ് അവിടെ ഇവിടെ, മുഴുവനും മുസ്ലിം ഈ പറയുന്ന മലപ്പുറത്തുള്ള ആൾക്കാരെ പിടിച്ചങ്ങ് വെച്ചു. അറബി അധ്യാപകന്മാരെയൊക്കെ പലയിടത്തും കീ പോസ്റ്റിലങ്ങ് വെച്ചു. കാരണം ഉമ്മൻചാണ്ടി അത്ര വീക്കായിരുന്നു. അവർ കയറി അങ്ങ് ഭരിച്ചു. അതിലുണ്ടായ സംഭവം എന്തുവാണ്? കേരളത്തിൽ സുഡാപ്പികൾ അങ്ങ് വളർന്നു. കാരണം മുഴുവനും ഒരു മൗമൂദി രീതിയിലുള്ള ആൻറ്റി ഇന്ത്യൻ
ആ രീതിയിലോട്ട് കേരളത്തെ അങ്ങ് മാറ്റി. അതിൻ്റെ ഘടകം എന്ന് പറയുന്ന, അതിൻ്റെ ബേസ് എന്ന് പറയുന്ന ലീഗാണ്. ലീഗ് എന്ത് മതേതരത്വം പറഞ്ഞു കഴിഞ്ഞാലും ഈ പറയുന്ന ഹമാസുമായിട്ട് അൺഹോളി റിലേഷൻഷിപ്പുള്ള പാർട്ടിയാണ് ഈ മുസ്ലിം ലീഗ്. അതിൻ്റെ കൂടെ നിൽക്കുവാണ് ഈ പറയുന്ന SDPI, PFI, ഈ പറയുന്ന കക്ഷികളെല്ലാം കൂടെ. അപ്പോൾ ഒരു പ്രധാനപ്പെട്ടത് സ്ട്രോങ് മുഖ്യമന്ത്രി അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ, മുഖ്യമന്ത്രി എന്ന് പറയുമ്പം MLA-മാരുടെ ഭൂരിപക്ഷ പിന്തുണ മാത്രമല്ല ഘടകം. അതായത് കേരളത്തിനകത്ത് AI എന്നുള്ള ആ സംഭവം അങ്ങ് പോയി. പാർട്ടി ഒറ്റക്കെട്ട ഈ MLA-മാരും ഏറ്റവും കൂടുതൽ പേര് KCയെ പിന്തുണയ്ക്കുന്നത്. VD സതീശന് പിന്തുണയില്ല, രമേശ് ചെന്നിത്തലയ്ക്ക് പിന്തുണയില്ല. രമേശിനെ പിന്തുണയ്ക്കുന്ന ആരാ? ഒന്ന് ഈ പറയുന്ന വെള്ളാപ്പള്ളി നടേശനും സുകുമാരൻ നായരുമാ. പിന്നെ കുറച്ച് ചർച്ചകളും. ഈ പറയുന്ന VD സതീശനെ ആരാ പിന്തുണയ്ക്കുന്നത്? അവരുടെ ഏറ്റവും വലിയ പിന്തുണ എവിടുന്നാ വരുന്നത്? ലീഗിൻ്റെ സംഭവത്തിലൂടെ കയറി വരുന്നത്. ഇതാണ് അതിൻ്റെ ഘടകം. ഇവിടെ KCയുടെ പ്രത്യേകത എന്താണ്? അതാണ് പ്രധാനപ്പെട്ട പോയിന്റ്. KCക്ക് ഈ പറയുന്ന പോലെ ലീഗിൻ്റെ പിന്തുണയൊന്നും വേണ്ട. അവർ ഘടകകക്ഷി എന്നുള്ള സംഭവം മതി. കാരണം പാർട്ടിക്കകത്ത് KC വേണുഗോപാൽ പവർഫുള്ളാണ്. കേരളത്തിൻ്റെ DCC, അതായത് KPCC കഴിഞ്ഞ ഏറ്റവും പവർഫുൾ എന്ന് പറഞ്ഞാൽ DCC-യാണ്. അല്ലാതെ KPCC സെക്രട്ടറിയും KPCC വൈസ് പ്രസിഡൻറ്റും KPCC വർക്കിംഗ് പ്രസിഡൻറ്റൊന്നും അല്ല. കോൺഗ്രസിൻ്റെ രീതി അതാണ്. അതായത് KPCC പ്രസിഡന്റ് കഴിഞ്ഞാൽ പവർഫുൾ എന്ന് പറഞ്ഞാൽ DCC പ്രസിഡന്റുമാരാണ്. ഈ DCC പ്രസിഡന്റുമാർ മുഴുവൻ, അതായത് എറണാകുളം ഒഴികെ മുഴുവൻ ആളുകളും ഈ പറയുന്ന വേണുഗോപാലിൻ്റെ ഭാഗത്തു നിന്നുള്ളവരാണ്. കാരണം AI ഗ്രൂപ്പിൻ്റെ സമവാക്യം ഇല്ലാതായി. ഉമ്മൻചാണ്ടിയുടെ മരണത്തിന് ശേഷം കംപ്ലീറ്റ് അങ്ങ് പോയി. അവർ മുഴുവനും വേണുഗോപാലിൻ്റെ കൂടെ അങ്ങ് പോയി. അതായത് പാർട്ടി എന്ന് പറയുന്നത് കേരളത്തിലെ കോൺഗ്രസിൻ്റെ ചരിത്രം എടുത്ത് നോക്കുവാണെങ്കിൽ, അതായത് കരുണാകരൻ, ആന്റണി, നിങ്ങൾ കണ്ട അവർ ടസലായിരുന്നു. ആന്റണി പക്ഷം ഇത്ര, കരുണാകര പക്ഷം ഇത്ര. അത് പാർട്ടിക്കകത്തുമുണ്ട്. DCC ഇത്ര, അവർക്ക് DCC ഇന്നയാൾ KPCC പ്രസിഡന്റ്, ഇന്ന ഗ്രൂപ്പുകാരൻ, അതിൻ്റെ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ഇന്ന ഗ്രൂപ്പുകാരൻ, KSUവിൻ്റെ പ്രസിഡന്റ് ഇന്ന ഗ്രൂപ്പുകാരൻ. ഈ സാധനങ്ങൾ, സമവാക്യങ്ങളെല്ലാം കഴിഞ്ഞ 5 വർഷം കൊണ്ട് ഇല്ലാതായിപ്പോയി. അത് പാർട്ടി ഒറ്റക്കെട്ടായി. ആ ഒറ്റ പാർട്ടി എന്ന് പറയുന്നത് അതിശക്തമായിട്ട് KCയുടെ കയ്യിലുമായി. കാരണം KC ഹൈക്കമാൻഡായി. ഇതായതിൻ്റെ കാര്യം. അതേപോലൊരു പാർട്ടി കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇപ്പോഴുള്ള കോൺഗ്രസ് പാർട്ടി, അതായത് MLA-മാർ ഇത്രയും പേര്, 63 പേര്, അവർ വലിയൊരു വിഭാഗം, അതായത് 45 പേര് ഞാൻ അറിഞ്ഞിടത്തോളം അത്രയും പേരാണ് ഇപ്പോൾ KCയെ പിന്തുണ ചെയ്ത്. 46 50 പേര്. അതൊന്നും കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇതേപോലെ ഉണ്ടായിട്ടില്ല. ഇത്രയും ആൾക്കാർ ഒരുമിച്ച് ഒരു മുഖ്യമന്ത്രിയുടെ പേര് പറയുന്നത് KCയുടെ പേര് പറയുന്നു. ഈ പറയുന്ന ആന്റണി കരുണാൻ ഇഷ്യൂ ഉള്ളപ്പോൾ പോലും അങ്ങനെ ഉണ്ടായിട്ടില്ല. കാരണം അവർ പിന്നെ ലോഹിത്തിൽ പറഞ്ഞ് ഇന്നയാൾക്ക് ഇന്ന മന്ത്രി, ഇന്നയാൾക്ക് ഇന്ന മന്ത്രി, അത് ഈ പറയുന്ന AICC വോട്ടിങ്ങും പരിപാടി സംഭവത്തിലോട്ടൊന്നും പോകത്തില്ല. അങ്ങനെ കരുണാകരനോ ആകും. അങ്ങനെയാണ് കേരളത്തിൽ 30-40 വർഷം കൊണ്ട് പോയിക്കൊണ്ടിരുന്നത്. അതിലേറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തിയതാരാ? ഈ പറയുന്ന മലപ്പുറത്തെ ലീഗാണ്. ഒരു ജില്ലയാണ് മുഴുവൻ കേരളത്തെ ഭരിക്കുന്നത്. ആ ഒരു സമവാക്യം ലീഗിന് മനസ്സിലായി. KC വേണുഗോപാൽ പവർഫുള്ളായിട്ട് വന്നു കഴിഞ്ഞാൽ അവരുടെ ഒരു പരിപാടിയും നടക്കത്തില്ല. ഇതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം. കാരണം ഈ കേരളത്തിലെ വിദ്യാഭ്യാസത്തെ നശിപ്പിച്ചത് അവർ വിദ്യാഭ്യാസ മന്ത്രിയായിട്ടിരുന്ന് ഈ പറയുന്ന ഓരോ അവരുടെ ആൾക്കാരെ കൊണ്ടുവന്ന് ഇരുത്തി അതിനെ അങ്ങ് നശിപ്പിച്ച് കുളവാക്കി. സത്യമാണ് ഈ സംഭവം. എന്നിട്ട് അവരുടെ ആൾക്കാരെ എല്ലായിടത്തും കയറ്റി. ഇപ്പം PWD അതിൻ്റെ റോഡിൻ്റെ കോൺട്രാക്റ്റ്, ഇപ്പം കേരള ഗവൺമെൻറ്റിൻ്റെ ഒരു ഫിനാൻസുമായി ബന്ധപ്പെട്ട് ഈ കോൺട്രാക്റ്റും പരിപാടിയൊക്കെ ഉണ്ട്. അത് പല പോർട്ട്ഫോളിയോയും പല മിനിസ്ട്രിയിലുണ്ട്. ഇപ്പം KC വേണുഗോപാൽ വന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന പലതും, അതായത് പോർട്ട്ഫോളിയോ കോൺഗ്രസിൻ്റെ ആയിരിക്കും, പക്ഷെ ലീഗിന് ഈ പറയുന്ന പോലെ സ്വാധീനം ചെലുത്താൻ പറ്റത്തില്ല. കാരണം ഇത്രയും MLA-മാരുടെ പിന്തുണയുണ്ട്. നേരത്തെ പകുതി MLA-മാരാണ്. ഇപ്പോൾ കോൺഗ്രസിനകത്ത് എന്തെങ്കിലും പ്രശ്നമുണ്ടായി ഉമ്മൻചാണ്ടി ഭരിക്കുമ്പോൾ, അല്ലെങ്കിൽ കരുണാകരൻ ഭരിക്കുമ്പോൾ, കരുണാകരനെതിരെ തിരുത്തൽവാദവും പ്രശ്നമൊക്കെ ഉണ്ടാകും. ആ സമയത്ത് ഈ നേതാക്കൾ എവിടാ പോകുന്നത്? പാണക്കാടാ പോകുന്നത്. അവിടെ പോയി സെറ്റിൽ ചെയ്യാൻ പോകും.
പക്ഷെ ഈ പറയുന്ന KC വേണുഗോപാൽ പറഞ്ഞ ആ ഒരു ഇഷ്യൂ ഇല്ല. കാരണം ഇത്രമാത്രം MLA-മാരുടെ പിന്തുണയുണ്ട്. കോൺഗ്രസിൻ്റെ പാർട്ടി ഒറ്റക്കെട്ടായുടെ കൂടെ നിൽക്കുക. കാരണം സതീശന് പിന്തുണയില്ല, MLA-മാരുടെ പിന്തുണയില്ല. അതിനേക്കാളുപരി DCC പ്രസിഡന്റുമാർ ഒരാൾ മാത്രമേ സതീശനെ പിന്തുണയ്ക്കുന്നുള്ളൂ. രമേശ് എവിടെയും പിക്ചറിലില്ല. ഇതാണ് സംഭവം. ഇത് കൃത്യമായിട്ട് അറിയാവുന്ന ഒരു പൊളിറ്റിക്കൽ പാർട്ടിയാണ്. ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ അതിൻ്റെ അപകടം മണത്തിയൊരു പാർട്ടിയാണ് ലീഗ്. അതുകൊണ്ടാണ് ലീഗിന് ഒരു വീക്ക് ചീഫ് മിനിസ്റ്റർ മതി. അതായത് പിന്തുണ കുറഞ്ഞ ഒരാൾ, ജനകീയൻ എന്ന് പറഞ്ഞുണ്ടാക്കുക. ഈ ജനകീയൻ എന്ന് പറയുമ്പോൾ സോഷ്യൽ മീഡിയ അല്ല ജനകീയൻ. സോഷ്യൽ മീഡിയ സ്റ്റാറുകൾ BJPയുടെ 2020 പല സ്റ്റാറുകൾ മത്സരിച്ചല്ലോ. അഖിൽ മാരാർ, അഞ്ജലി മേനോൻ, അഞ്ജലി നായർ എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി എണ്ണം മത്സരിച്ചു. ഇവരൊക്കെ നിലം തൊട്ടോ? അതേ ഉള്ളൂ സോഷ്യൽ മീഡിയ. ഈ ഫേസ്ബുക്കിനകത്ത് എഴുതുന്നവനാണോ ഈ പാർട്ടിക്ക് വോട്ട് പിടിക്കാനും ബൂത്ത് തലത്തിൽ ഈ സോഷ്യൽ മീഡിയയിൽ എഴുതുന്ന ഒരാളെങ്കിലും ഒരു 100 പേരെ എടുത്ത് കാണിയത് ഈ ഇലക്ഷൻ നടന്ന സമയത്ത് ബൂത്തിൽ പോയിരുന്നവരുണ്ടോ? എത്ര വോട്ട് പിടിക്കാൻ അവർ വീടുകൾ കയറി ഇറങ്ങി, സ്ക്വാഡ് വർക്കിന് പോയി. അത് ചുമ്മാ സോഷ്യൽ മീഡിയയിൽ PR വർക്ക് കുറച്ച് പണം കൊടുത്ത് തട്ടിപ്പുണ്ടാക്കുന്നു. അതായത് വരേണ്ടത് ഏറ്റവും പവർഫുൾ ആയിരിക്കണം. ഈ ലീഗിൻ്റെയും ഈ പറയുന്ന കേരള കോൺഗ്രസ് എന്തൊന്നും മിണ്ടാത്തെ, അവർക്കറിയാം അത് അത് അവരുടെ കാര്യത്തിൽ ഇടപെടാൻ പോകേണ്ട ആവശ്യമില്ല. എന്താ ലീഗിന് ഇത്രയും ഭയം? പഴയതുപോലെ കാര്യം നടക്കത്തില്ല. അതിന് സതീശൻ വരണം. അത് അവർക്കുണ്ടാക്കി അവർ കൊടുത്തൊരു സ്ക്രിപ്റ്റാണ്. ഇലക്ഷന് ശേഷം സതീശൻ വിട്ട ഒരു ബോംബ്. അതായത് ഖുറാനിൽ ഭൂമി ഗോളമായിട്ട് കിടക്കും, അത് പരന്നതല്ല. നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടോ? ഇത് ഡെലിബറേറ്റ് ആയിട്ട് ഉണ്ടാക്കിയെടുത്ത സാധനമാണ്. അപ്പം അത് സതീശനെ കൊണ്ട് ലീഗിൻ്റെ ആൾക്കാർ പറഞ്ഞ് അവരുടെ ഒരു സപ്പോർട്ട് ബേസ് ഉണ്ടാക്കാൻ. നിങ്ങൾ മനസ്സിലാക്കുക, സതീശൻ വല്ലതും വരുവാണെങ്കിൽ കേരള നിയമസഭാ അസംബ്ലിയിൽ ഹമാസിന് അനുകൂലമായിട്ട് പ്രമേയം പാസ്സാക്കും. ലീഗ് അതിലും വിട്ടുമാറുന്ന കൂട്ടരൊന്നുമല്ല. ലീഗ് ഒരു ഡേഞ്ചറസ് പാർട്ടിയാണ്. പേടിച്ചിരിക്കുന്ന 10 വർഷം ഭരണദ്വീപ് പോയി. അവർക്ക് മനസ്സിലായി ഈ കാര്യങ്ങളനുസരിച്ച് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. അതിൽ നിന്ന് അവർ വീണ്ടും സെക്യുലർ പ്ലാറ്റ്ഫോമിലോട്ട് തിരിച്ചു വന്നു. അപ്പം അതിന് വീണ്ടും കടിഞ്ഞാണ്ടിടുന്നു. ഇതാണ് ലീഗിൻ്റെ ഉദ്ദേശം. ലീഗിനെ ഈ പറയുന്ന പോലെ റിലയബിളും ട്രസ്റ്റഡും അല്ല അവരുടെ വർഗീയ കാര്യത്തിൽ. അതുകൊണ്ട് തന്നെയാണ് KM ഷാജി പറഞ്ഞത് 10 വർഷം മാറി നിന്നു, ഇനി ഞങ്ങൾ ഉണ്ടാക്കിയെടുക്കും, എന്തൊക്കെ നഷ്ടപ്പെട്ട് തിരിച്ചു പിടിക്കും. ഇത് വെറുതെ പറഞ്ഞ സ്റ്റേറ്റ്മെൻ്റ് ഒന്നുമല്ല. മനസ്സിലാക്കേണ്ടത് ആരോ ആവട്ടെ, ഈ പറയുന്ന പാണക്കാട് പോയി തിണ്ണ നിരങ്ങാൻ പോകുന്നതിൻ്റെ അവനെയല്ല കേരളത്തിലെ മുഖ്യമന്ത്രി ആക്കേണ്ടത്. കോൺഗ്രസിൻ്റെ സ്ട്രോങ് പാർട്ടിയാണ്, സ്ട്രോങ് ബേസ് ഉണ്ട് ഇപ്രാവശ്യം. അതിന് MLA-മാരുണ്ട്, പാർട്ടിയുണ്ട്, അതിന് സംഘടനാ സപ്പോർട്ടുണ്ട്, അതിന് നെറ്റ്വർക്കുണ്ട്. അതായത് ചില സതീശൻ്റെ 1-2 ആൾക്കാർ എന്നെ വിളിച്ചു പറഞ്ഞ് സതീശനെ മുഖ്യമന്ത്രി ആക്കിയില്ലെങ്കിൽ കോൺഗ്രസിൻ്റെ പല ബ്ലോക്ക് പ്രസിഡന്റുമാർ രാജിവെക്കും. ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക, കോൺഗ്രസ് പാർട്ടി എന്ന് പറയുന്നത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ കേഡർ പാർട്ടിയൊന്നും അല്ല. അതായത് ഒരു ബ്ലോക്ക് പ്രസിഡന്റ് രാജിവെച്ച് അടുത്ത 10 എണ്ണം ഇരിക്കും, അടുത്ത് കയറും. ആ രാജിവെച്ചൊന്നും അല്ലാതായിട്ടങ്ങ് പോകും. ഇനി സതീശൻ മന്ത്രിയാവുന്നില്ല. നിങ്ങൾ മനസ്സിലായിക്കണം, 10 ദിവസം അതിനു മുമ്പ് അത് കഴിയുമ്പോൾ സതീശൻ വലിയ പൂജ്യമായിട്ടങ്ങ് മാറും. കോൺഗ്രസ് എപ്പോഴും പവർ സെൻറ്റേഡാണ്. എവിടെയാണ് അധികാരം അങ്ങോട്ട് പോകും. ഇതൊക്കെ സോഷ്യൽ മീഡിയയിലുള്ള അലമ്പും ഫ്ലക്സ് ബോർഡും ഒക്കെ 10 ദിവസമേ ഉള്ളൂ. അത് കഴിഞ്ഞ് ഇത് പഴുതിനേക്കാളും ഭയങ്കരമായിട്ട് ഈ പറയുന്ന ആരാണ് അടുത്ത മുഖ്യമന്ത്രി അയാളുടെ കൂടെ നിൽക്കും. ഇത് കേരളത്തിലല്ല, ഇന്ത്യയിൽ മുഴുവൻ ഉണ്ടായിട്ടുള്ളതാണ്. ഈ കർണാടക ഇലക്ഷൻ എടുക്കുക, ലാസ്റ്റ് അസംബ്ലി ഇലക്ഷൻ, സോഷ്യൽ മീഡിയ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത ആരെയാണ്? DK ശിവകുമാർ. കോൺഗ്രസ് പാർട്ടിയുടെ DCC പകുതിയോളം പ്രസിഡന്റുമാർ ഈ പറയുന്ന DK ശിവകുമാറിൻ്റെ, കാരണം DK ശിവകുമാർ KPCC പ്രസിഡന്റ് കൂടായിരുന്നു. എന്നിട്ട് ഇത്രയും ബഹളം ഉണ്ടാക്കി ഹൈക്കമാൻഡ് ആക്കി ഇല്ല. ഇത് മനസ്സിലാക്കേണ്ട പോയിന്റുകളുണ്ട്. അതേപോലെ തന്നെ ആരാണ് പവർഫുൾ? അതായത് ലീഗുമായിട്ട് ഉറപ്പായിട്ടും ഘടകകക്ഷിയാണ്, പാർട്ട്ണറാണ്, അതൊക്കെ സമ്മതിച്ചു. അവർക്ക് മിനിസ്ട്രി കൊടുക്കണം. പക്ഷേ കയറി ഇറങ്ങി നിരങ്ങാൻ, അതായത് എല്ലായിടത്തും കയറി നിരങ്ങാൻ ഈ പറയുന്ന SDPI മൗമൂദികളായിട്ടുള്ള ഈ വർഗീയവാദികളെ ഹൈലൈറ്റ് ചെയ്യാൻ, കാരണം അവരുടെ ഒത്തിരി കേസുകൾ കിടപ്പുണ്ട്, പല കേസുകളും.
അതായത് ആൻറ്റി ഇന്ത്യ ആക്ടിവിറ്റീസ്. കേരള പോലീസൊക്കെ എടുത്ത പല കേസുകളുണ്ട്. ഇതൊക്കെ മായ്ച്ചു കളയാനൊക്കെ ഭയങ്കര പാടുപെടും. അപ്പം അതിന് സതീശനാണ് പറ്റിയ ആള്. ഇപ്പോൾ സതീശനെ കൊണ്ട് നടത്താം, കാരണം വീക്കാണ്. പവർഫുൾ ചീഫ് മിനിസ്റ്റർ അത് ചെയ്യത്തില്ല. പക്ഷേ ലീഗിൻ്റെ പ്രേരണയോടുകൂടി, പോപ്പുലാരിറ്റിയോടുകൂടി, അതായത് പാർട്ടിയിലും വീക്കാണ്, MLA-മാരുടെ സപ്പോർട്ടില്ല. അങ്ങനെയുള്ളൊരു മുഖ്യമന്ത്രിയെ കൊണ്ട് ലീഗിനത് ഈസി ആയിട്ട് എടുക്കാൻ സാധിക്കും. അപ്പോൾ എൻ്റെ ചോദ്യം, അത് വേണോ അതോ പവർഫുൾ ചീഫ് മിനിസ്റ്റർ വേണോ? മനസ്സിലാക്കുക, ഇന്ത്യക്ക് പവർഫുൾ പ്രധാനമന്ത്രി വേണം. അങ്ങനെ തന്നെയാണ് മോദി ആയത്. അതേപോലെ കേരളത്തിനും പവർഫുൾ ചീഫ് മിനിസ്റ്റർ തന്നെ വേണം. അതായത് ഒടിഞ്ഞു മടങ്ങി നിൽക്കരുത്. ഇപ്പം കൂടുതൽ ലീഗ് കളിക്കാൻ പുല്ലെന്ന് പറയാനുള്ള ധൈര്യം കൂടെ വേണം. അത് കഴിഞ്ഞ 40 വർഷമായിട്ട് കോൺഗ്രസ് പാർട്ടിയിലെ ഒരു ലെജിസ്ലേറ്റീവ് പാർട്ടിയുടെ മുഖ്യമന്ത്രിമാർക്കോ പ്രതിപക്ഷത്തിനോ കഴിഞ്ഞിട്ടില്ല, പ്രതിപക്ഷ നേതാവിനും കഴിഞ്ഞിട്ടില്ല. പക്ഷേ ഇപ്പോഴത്തെ തലത്തിൽ, അതായത് 63 സീറ്റ് കിട്ടിയ കോൺഗ്രസ്സിന് അത് KC വേണുഗോപാൽ ആവുകയാണെങ്കിൽ, ഞാൻ പറയും വീണ്ടും ആവുകയാണെങ്കിൽ, കാരണം ഹൈക്കമാൻഡിൻ്റെയും പിന്തുണയുണ്ട്, അയാൾ നാഷണൽ ലീഡറാണ്, ഈ പറയുന്ന ലീഗിൻ്റെ ഒരു പരിപാടി അയാളുടെ അടുത്ത് നടക്കത്തില്ല. അവരുടെ ഈ പറയുന്ന പല ആൾക്കാരെ അപ്പോയിൻറ്റ് ചെയ്യാൻ ഓൾറെഡി അവർ റിക്രൂട്ട് ചെയ്ത് പലയിടത്തും വെച്ചിട്ടുണ്ട്. അതും നടക്കത്തില്ല. ഇതാണ് ലീഗിൻ്റെ, അതായത് ഇലക്ഷൻ കഴിഞ്ഞുള്ള ഏറ്റവും വലിയ ഭയം. ഈ പറയുന്ന KC വേണുഗോപാലായി കഴിഞ്ഞാൽ പാണക്കാട് നിരങ്ങാൻ പോകത്തില്ല. കാരണം അയാൾക്ക് സപ്പോർട്ട് ബേസ്ഡ് പാർട്ടി അയാളുടെ കൂടാണ്. ഏറ്റവും കൂടുതൽ MLA-മാർ, മൃഗീയമായിട്ട് കോൺഗ്രസ് MLA-മാർ അയാളുടെ കൂടാണ്. അത് ലീഗിനറിയാം. അവരുടെ പഴയ പരിപാടികൾ നടക്കത്തില്ല. അതുകൊണ്ട് തന്നെയാണ് ലീഗ് ഈ പറയുന്ന സതീശിനെ പൊക്കിപ്പിടിച്ച് കിടക്കുന്നത്. അതിന് കുറച്ച് സോഷ്യൽ മീഡിയ ഇഡിയറ്റ്സ് എന്ന് വേണേൽ പറയാം, കാര്യങ്ങൾ അറിയാത്ത. ഇതൊക്കെ ബേസിക്കലി ലീഗിൻ്റെ ട്രാപ്പാണ്. അത് മനസ്സിലാക്കുക. കോൺഗ്രസ് പാർട്ടി ഒറ്റയ്ക്കാണ് നിൽക്കേണ്ടത്, അല്ലാതെ ഈ പറയുന്ന അതൊക്കെ UDF-ൻ്റെ ഭാഗങ്ങളാകാം. പക്ഷേ ഈ പറയുന്ന സംഭവങ്ങളൊക്കെ ലീഗിൻ്റെ രീതിയിൽ പോവുകയാണെങ്കിൽ കോൺഗ്രസ് പാർട്ടിക്കും, അതായത് UDF-നും ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. അതാണ് എല്ലാവരും അത് മനസ്സിലാക്കിയാൽ ഏറ്റവും നല്ലത്.